ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 3 ആണ്. ഇനി 7 പേര് രണ്ടാമത്തെ സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. ഇവന്റെ പേര് സൺ. ഇവൻ ജനിച്ചത് സൺഡേ ആണ്. ഇവന്റെ കളർ റെഡ് ആണ്. ഇനി ഇവൻ എന്ത് തിയറിയാണോ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇവന്റെ തിയറി എന്താന്ന് പോയി നോക്കിയാലോ. സൺ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. കോളേജിലൊക്കെ നല്ല മാർക്ക് എടുത്ത് നന്നായിട്ട് പഠിക്കുന്ന ചെറുക്കനാണ്. ഇതുവരെ അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും ഇരുന്നിട്ടൊന്നും ഇല്ല. എപ്പോഴും ഗെയിം കളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ്. ഓൺലൈനും ഗെയിം കളിക്കും, ബെറ്റ് കെട്ടും, കാശ് പോകും. ഇതൊക്കെ തന്നെ ചെറുക്കന്റെ പരിപാടി. അങ്ങനെ ഒരു ദിവസം ഇരുന്ന് ഓൺലൈനിൽ ഗെയിം ഒക്കെ കളിച്ച് കുറച്ചുണ്ടായിരുന്ന കാശെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട് വിളിക്കും. ഇതാ 7 പേരിലെ 3ാമത്തെ ആളാണ്. ഇവന്റെ പേര് പുത്ത്. പുത്തിന്റെ സ്റ്റോറിക്കാണ് ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ്. പുത്ത് വിളിച്ചത് സണ്ണിനോട് ചോദിക്കും, എടാ നീ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാണോ എന്ന് ചോദിക്കും. ഉടനെ സണ്ണ് പറയും, എവിടെയുടെ കാശ്, ഉണ്ടായിരുന്ന കാശ് ഞാനിപ്പം ഗെയിം കളിച്ച് കളഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്ന് ഭയങ്കര കലിപ്പി പറയും. എന്നിട്ട് സൺ നേരെ പുട്ടിനോട് ചോദിക്കും, എന്നാ ഒരു കാര്യം ചെയ്യണ്ട, നീ എനിക്ക് കുറച്ച് പൈസ താന്ന് പറയും. ഇത് കേട്ട മുത്ത് പറയും, ഞാൻ പൈസയൊക്കെ തരാം, പക്ഷെ അതിന് പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമല്ലോ എന്ന് പറയും. ഇത് കേട്ട സണ്ണോട് ചോദിക്കും, എന്ത് ഹെൽപ്പാണെന്ന് ചോദിക്കും. പുത്ത് പറയും, ഞാനൊരാളെ ട്യൂഷൻ എടുക്കാന്നും പറഞ്ഞിട്ട് ആടെന്ന് പൈസ വാങ്ങിച്ചു, പക്ഷെ ഇപ്പൊ എന്റെ ഷെഡ്യൂൾ നോക്കുമ്പോൾ ആ ടൈമിൽ എനിക്ക് ഫ്രീ അല്ല, അതുകൊണ്ട് എനിക്ക് പകരം നീ ഒന്ന് പോയി ട്യൂഷൻ എടുക്കുവോ. എന്റെ പൊന്നെ, വീണ്ടും ട്യൂഷനോ? ഈ ട്യൂഷൻ കണ്ട് ഞങ്ങള് മടുത്ത്. നമുക്ക് എന്തായാലും പോയി നോക്കാം, എന്തേലും വെറൈറ്റി കാണാതിരിക്കത്തില്ലല്ലോ ഈ ട്യൂഷനിൽ. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരല്ല ഇത്. ട്യൂഷൻ എടുക്കാവോന്ന് ചോദിച്ചാൽ സണ്ണ് പറയും, ഞാൻ ട്യൂഷനൊക്കെ എടുക്കാം, പക്ഷെ നീ എത്ര രൂപ എനിക്ക് തരും എന്ന് ചോദിക്കുമ്പോഴേക്കും ഉടനെ പുട്ട് പറയും, നിനക്കൊരു 30%, എനിക്കൊരു 70% എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് സണ്ണ് പറയും, ആഹാ, ട്യൂഷൻ എടുക്കുന്നത് ഞാനും 70% നിനക്കും, അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് അവസാനം രണ്ടുപേരും സമാധാനമായിട്ട് എല്ലാം ഫിക്സ് ചെയ്യും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പുത്താണെങ്കിൽ സണ്ണിനെ കാണാൻ വരും. വന്നത് സണ്ണ് എഴുന്നേറ്റിട്ടൊന്നുമില്ല, കിടന്നുറങ്ങും. എഴുന്നേക്കടാ നമുക്ക് പോകാനുണ്ടോ, എഴുന്നേക്കെന്ന് പറഞ്ഞിട്ടൊന്നും ഇവൻ എഴുന്നേക്കത്തില്ല. അവസാനം ഉടനെ പറയാം, എന്നാ നിന്റെ അച്ഛനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സൺ ചാടി എഴുന്നേക്കും. സണ്ണിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാന്ന് തോന്നുന്നു. അപ്പൊ നേരെ എഴുന്നേറ്റ് കുളിക്കാൻ പോകും. അങ്ങനെ ഒരുമാതിരി കുളിച്ചൊരുക്കി സണ്ണിനെയും വിളിച്ചോണ്ട് അവൻ ആരെയാണോ ട്യൂഷൻ പഠിപ്പിക്കേണ്ടത് അവിടെ വരും. ആ വീട്ടിലോട്ട് അല്ല, ആ കൊട്ടാരത്തിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറയും, നീ ഇപ്പൊ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ചെറുക്കൻ ഒരു ഡെവിളാണ്, നീ നോക്കിക്കണ്ടിരുന്നോണം, ചെറുക്കൻ ഇത്തിരി പ്രശ്നമാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ആ ചെറുക്കൻ ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ക്യൂട്ടി പൈ ഒക്കെ കണ്ടിട്ടിരിക്കുന്നവരാണേ. വീട് കാണുന്ന ഒരു കൊട്ടാരം പോലെ, ഭയങ്കര പണക്കാരനാണെന്ന് തോന്നുന്നു. കുറെ ജോലിക്കാരും ഉണ്ട്. ഇഷ്ടം പോലെ ജോലിക്കാർ വന്ന് ഇവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തിരുത്തും. എന്നിട്ട് ജ്യൂസ് ഒക്കെ കുടിക്കാൻ കൊടുക്കും. സണ്ണാണെങ്കിൽ ചുറ്റിനും നോക്കും, എന്ത് വീടായത്, എന്ത് ചെയ്യണം, എങ്ങനെ ഇരിക്കണം എന്നൊന്നും അറിയത്തില്ല. പുത്ത് എന്തുവാണ് ചെയ്യുന്നത് അത് തന്നെ കോപ്പി അടിച്ചോണ്ടിരിക്കുക. പുത്ത് കാലിന്റെ വെള്ളിക്കാല് വെച്ച് പറഞ്ഞാൽ ഇവൻ വെക്കും, അവൻ ജ്യൂസ് കുടിച്ചോണ്ട് ഇവൻ ജ്യൂസ് കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ജോലിക്കാർ പറയും, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യേ, ഇപ്പൊ സാറ് വരുമെന്ന് പറയും. ഇവര് വെയിറ്റിംഗ് കുറെ നേരമായിട്ടും അവനെ കാണത്തില്ല. കുറെ കഴിയുമ്പോഴേക്കും നമ്മുടെ ചെറുക്കൻ ഇങ്ങോട്ട് സ്ലോ മോഷനിൽ നടന്നു വരും. ഈ ലുക്കിൽ ഇവനെ കാണാൻ എന്ത് രസമല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവന്റെ പേര് നുവ. ഇങ്ങോട്ട് നടന്നു വന്നതും നുവായെ കണ്ടത് സണ്ണ് ഭയങ്കര ഷോക്കായിട്ട്, നീയോ എന്ന് ചോദിക്കും. ഇപ്പൊ ഓൾറെഡി ഇവർക്ക് തമ്മിൽ അറിയാന്ന് തോന്നുന്നു. ഇവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ സണ്ണും ഡൂവും കൂടെ ഒരു ദിവസം ഒരു ബാറിൽ വരും. ഡൂവേ, ഞങ്ങളുടെ എക്കെത്തിയടാ. ഈ സീരീസ് ഇനി അങ്ങോട്ടൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഡൂ എല്ലായിടത്തും പോകും, നമ്മുടെ എക്കിനെ എങ്ങും കൊണ്ടുവരത്തില്ല. ഇങ്ങനെ ഇവർ രണ്ടുകൂടെ ബാറിൽ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോ സണ്ണ് പറയും, ഞാനിപ്പം ബാത്റൂം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ അവൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ഇവൻ ബാത്റൂമിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ നുവ പുറകെ വന്ന് ഇവനെ വിളിച്ച് തിരിച്ചിട്ട് നേരെ ഇവന്റെ പുറത്തോട്ടങ്ങ് വീഴും. കാരണം നുവ നന്നായി വെള്ളം അടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കുക. ഇവന്റെ പുറത്തേക്കിനെ വീണത് ഇവന് ഒരുമാതിരി ഇങ്ങനെ ആകും. കാരണം ഇവൻ സിംഗിൾ അല്ലേ, ഇതുവരെ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ല. പെട്ടെന്നൊരു ഇറക്കം വന്ന് അക്കിയുന്ന പോലെ വീഴുമ്പോഴേക്കും ഇവന്റെ മുഖമൊക്കെ മാറിയിട്ട് മാറ്റാൻ നോക്കുമ്പോഴേക്കും നുവ എന്ത് ചെയ്യും, ഇവന്റെ ഫേസിന് ക്ലോസ് ആയി ഇങ്ങനെ വന്നിട്ട് കിസ് ചെയ്യാൻ വരും. ഇവൻ തന്നെ പേടിക്കുക, അയ്യോ കിസ് ചെയ്യാൻ വരുവാന്ന് നോക്ക്. പെട്ടെന്ന് തന്നെ ഇവൻ മയങ്ങി ഇവന്റെ ദേഹത്തോട്ട് വീണിട്ട് ഫുള്ള് ഇവന്റെ ഷർട്ട് മുഴുവൻ അങ്ങ് ഛർദ്ദിച്ചു വെക്കും. നുവ ഇങ്ങനെ ഛർദ്ദിച്ചതെന്നുണ്ട്. സണ്ണാണ് ഭയങ്കര കലിപ്പാട്ടേക്കുക. ഇപ്പൊ പ്രസന്റിൽ ഇക്കാര്യമൊക്കെ ഓർത്തിട്ട് സണ്ണ് ഉണ്ടായിരുന്ന ദേഷ്യത്തിൽ പറയും, ഇവനെയൊന്നും ഞാൻ ട്യൂഷൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് നടന്നങ്ങ് പോകും. ഇവനങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മുടെ പുത്ത് പാവുണ്ട്, കാശ് മേടിച്ചിരിക്കല്ലോ, അവന്റെ മുഖം കാണാൻ ഷോക്കാവും. അവനെ ഉടനെ നുവ നോക്കുമ്പോഴേക്കും പുട്ട് തലയാട്ടോ, ഇല്ല അവൻ പഠിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് ഓടിപ്പോയി നമ്മുടെ സണ്ണിന്റെ കൈ പിടിച്ചിട്ട്, ഒന്ന് നിക്കടെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അവിടെ കസാരെ കൊണ്ട് എത്തിയിട്ട് രണ്ടുപേരും കൂടെ മാറി ഇരുന്ന് സംസാരിക്കുക. ഉടനെ പുത്ത് പറയും, നീ എന്താണ് പെട്ടെന്ന് ട്യൂഷൻ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയത് എന്ന് ചോദിക്കുമ്പോൾ സണ്ണ് നടന്ന കാര്യമെല്ലാം പറയാം. അതായത് ഇങ്ങനെ ബാറിൽ ഇങ്ങനെയൊക്കെ നടന്നതെന്ന്. ഇത് കേട്ടത് മുത്തോറ്, അതിനിപ്പോ എന്താണ്, അവൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഭയങ്കര പണക്കാരനാണ്, അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്കല്ലേ ഗുണം, അതല്ലേ നല്ലത്, നീ ഒന്ന് ആലോചിക്കും, നീ വന്ന് ട്യൂഷൻ എടുക്കുമെന്ന് പറയും. എങ്ങനെയൊക്കെയോ നമ്മുടെ സണ്ണിനെ പറഞ്ഞ് സമ്മതിപ്പിക്കും. ഉടനെ സണ്ണ് പറയും, ഞാൻ പഠിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ എനിക്ക് ഒരുപാട് പൈസ കൊണ്ടുവരുമെന്ന് പറയും. ഇത് കേട്ടത് പുത്ത് പറയും, അവൻ സെലിബ്രിറ്റിയാണ്, അതുപോലെ അവന്റെ ഇപ്പൊ കാശുണ്ട്, അപ്പൊ പുത്തിന് അതുപോലെ കാശ് കിട്ടി കാണുമല്ലോ. ഇത് വെച്ചിട്ടാണ് സണ്ണ് അങ്ങനെ പറയുന്നത്. ഉടനെ പുത്ത് പറയും, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അടുത്ത ഡീല് പറഞ്ഞു, ഇപ്പൊ എന്റെ ഈ പൈസ ഇല്ലാന്ന് പറയും. ഒരു വഴിക്ക് സണ്ണിനെ സമ്മതിപ്പിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തും. നുവ ആണെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ട് നോക്കിയിരിക്കുകയാണ് ഇവന്മാരുടെ കളിയൊക്കെ.
വന്നിരുന്നതും പുത്തന്തിയും ഇത് സണ്ണ് ഇവനാണ് ട്യൂഷൻ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നുവാനെ പരിചയപ്പെടുത്തിയോണ്ട് നുവ ചോദിക്കും ഇവനാണ് ട്യൂഷൻ എടുക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം ഇവന് വല്ലതും അറിയാവോന്ന് ചോദിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ മുത്തു പറയും ഇവൻ അറിയാവുന്ന, ഇവൻ A ഗ്രേഡ് എടുക്കുന്നവനാണ്, എപ്പോഴും കോളേജ് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഇവൻ എപ്പോഴും കാണുമെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ നുവ പറയും ഇവനാണ് ട്യൂഷൻ എടുക്കുന്നത്, പക്ഷെ ഞങ്ങൾക്കിടയിൽ ഓൾറെഡി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് പറയും. ഇവിടെ നേരെ സീൻ കട്ടിയെന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിന്റെ ബാക്കിയാണ്. അതായത് നുവ അന്ന് ഛർദ്ദിച്ചു കഴിയുമ്പോഴേക്കും നുവാക്ക് ചെറുതായിട്ട് ബോധമൊക്കെ വരും. ഉടനെ ചെന്നിട്ട് സോറി നിന്റെ ഷർട്ടൊക്കെ വൃത്തിയേടാക്കിയില്ലേ, ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ പൈസ തരാന്ന് പറഞ്ഞത് നമ്മുടെ സണ്ണിന് ഭയങ്കര കലയായിട്ട് ഇവനെ പിടിച്ചിട്ട് മോതിട്ട് ഒറ്റ ഇടി വെച്ചു കൊടുക്കും. സണ്ണെന്ന് അങ്ങനെ ഇടിച്ച കാര്യം ഓർത്തിട്ടാണ് നുവ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. ഇവനിങ്ങനെ പഞ്ച് ചെയ്ത കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സണ്ണിന്റെ മുഖമൊക്കെ മാറും. ഭയങ്കര കലിപ്പായിട്ട് ഉടനെ സണ്ണ് പറയും ഞാൻ ഇവനെ ട്യൂഷൻ എടുക്കത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് ഇവൻ പോകാൻ വരുമ്പോ മുത്ത് പിടിച്ചവിടെ ഇരുത്തും. ഉടനെ തന്നെ നമ്മുടെ നുവ എന്ത് പറയും ഇവൻ ട്യൂഷൻ എടുക്കത്തില്ലെങ്കിൽ വേണ്ട അവൻ പോട്ടെ, പക്ഷെ എന്റെ മേടിച്ച പൈസ തിരിച്ചു തരണമല്ലോ എന്ന് പുട്ടിനെ നോക്കി പറയും. ഇത് കേട്ടതും മുത്തൊന്നും മിണ്ടത്തില്ല. ഇവനിങ്ങനെ മിണ്ടായിരിക്കുന്ന കണ്ടതും നുവ തന്നെ പറയും ഓ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോ ഞാൻ തന്ന പൈസ മൊത്തം നീ ചെലവാക്കി എന്ന് തോന്നുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് പറയും സാരമില്ല നിന്റെ ഫ്രണ്ട് എന്നെ ട്യൂഷൻ എടുക്കട്ടെ, പക്ഷെ നീ അവനോട് പറയണം എന്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറാവളെന്ന് പറഞ്ഞിട്ട് വേണം നീ പോകാനെന്ന് പറയും. ഇത് കേട്ടത് സണ്ണിന് ഭയങ്കര കലിപ്പാവുന്നുണ്ടാവും. പുത്തിനെ നോക്കിയിട്ട് എന്ത് ചെയ്യാനാ, വേറെ മാർക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ട്യൂഷൻ എടുക്കാന്ന് സമ്മതിക്കും. ഉടനെ നമ്മുടെ പുത്തെന്ത് ചെയ്യും അവനൊരു കോള് വരുന്ന എനിക്ക് അത്യാവശ്യമായിട്ട് പോണോന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവും. അവൻ പോയത് നമ്മുടെ സണ്ണും നുവും മാത്രമേ ഉള്ളൂ. ഉടനെ സണ്ണ് എന്ത് ചെയ്യും ചോദിക്കും നിനക്ക് എന്തിനാ ട്യൂഷൻ വേണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. ഇത് കേട്ടതുകൊണ്ട് നുവ പറയും ഇനി കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, എനിക്കത് പങ്കെടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാനാന്ന് പറയും. അതായത് അവിടെ പ്രസംഗമൊക്കെ പോലുള്ളതൊക്കെ കാണുമല്ലോ, അപ്പോഴേക്കും കുറച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് പറയും നാളെ വരുമ്പോഴേക്കും നേരത്തെ വരണമെന്ന് പറയും. ഇത് കേട്ടത് സണ്ണ് ശരിയെന്ന് പറഞ്ഞ് പോകാൻ വരും പറയും എന്നോട് പെരുമാറുമ്പോ നല്ലപോലെ പെരുമാറണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പോകും. സണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ബുത്താണ് കാശ് മേടിച്ച് ചെലവാക്കിട്ടിരിക്കുമല്ലോ. അവന്റെ ഫ്രണ്ടിന് വേണ്ടി അവൻ എല്ലാം സഹിച്ചിട്ട് ചിരി വരാത്ത ചിരി ഉണ്ടാക്കി ചിരിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് വരും. ഇവിടെ നേരെ സിങ്ങട്ടിയത് കാണിക്കുന്നത് പിറ്റേ ദിവസം ട്യൂഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ സണ്ണ് വരും. സണ്ണ് വന്നതും ഒരുപാട് ജോലിക്കാർ വന്ന് വിളിച്ചുകൊണ്ട് സോഫയിലൊക്കെ ഇരുത്തിയിട്ട് ഒരു ബെല്ല് കൊടുത്തിട്ട് പറയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെല്ലടിച്ചാൽ മതി ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിട്ട് പോകും. സണ്ണാണെ കുറെ നേരമായിട്ടിരുന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്നും നുവ വരത്തില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നുവ വരും. നുവ ആണെങ്കിൽ ഒരു കോട്ട് പോലുള്ള സാധനമൊക്കെ ഇട്ടോണ്ടാ വരുന്നത്, നല്ല രസമുണ്ടല്ലോ കാണാൻ. നേരെ വന്ന് ഇവന്റെ അടുത്തിരിക്കും. അടുത്തിരുന്നിട്ട് പറയും ഏയ് ടീച്ചർ സൺ എന്ന് വിളിക്കും. എന്നിട്ട് പറയും ഈ പേര് നല്ല ക്യൂട്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്നെ അങ്ങനെയാ വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കോഴിത്തരമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കും. അവൻ പഠിച്ച പല നമ്പറുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സണ്ണിന് ഭയങ്കര ഷോക്കാണ്. ഇന്നലെ ഭയങ്കര കരിപ്പായിട്ടും ജാടയായിട്ടും മറ്റേ പൈസയുടെ ഒരു പൊങ്കും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കാണിച്ചിട്ട് ഇന്ന് ഭയങ്കര കോഴിത്തരമൊക്കെ കാണിക്കുമ്പോൾ ഇവനിത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ സണ്ണാണ് വരണ്ട് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് സണ്ണി വെക്കും എന്നോട് നേരത്തെ വാന്ന് പറഞ്ഞിട്ട് നീ ഇത്രയും താമസിച്ചു വന്ന എന്താണെന്ന് വെക്കും. ഇത് കേട്ടിട്ട് തന്നെ നുവ പറയോ അതാണോ നിന്റെ പ്രശ്നം, എന്നാ ഒരു കാര്യം ചെയ്യാം നീ ഇനി മുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനും പൈസ തരാന്ന് പറയുമ്പോ അയ്യോ കൊള്ളാം, ഇങ്ങനത്തെ ഒരൊറ്റ ട്യൂഷൻ കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ട്. നമ്മുടെ ന്യൂവ ഡ്രസ്സൊക്കെ അടിമുടി ഒന്ന് നോക്കിയിട്ട് സണ്ണ് പറയും ഇത് എന്ത് വേഷമാണ്, ഈ വേഷത്തിനാണ് ട്യൂഷൻ പഠിക്കാൻ വരുന്നത് എന്ന് പറയും. ചെറുക്കനുള്ള കൺട്രോൾ എല്ലാം പോകാൻ തോന്നുന്നു. ഇവൻ ഈ ഡ്രസ്സെല്ലാം ഇട്ട് ഓൾറെഡി ഓപ്പൺ ഒക്കെ ആയിട്ടിരിക്കുമല്ലേ, അത് ഒടുക്കത്തെ ക്യൂട്ടും ഉണ്ടെന്നെ പറയും ഈ ഡ്രസ്സാണ് ഇടുന്നത് എന്ന് വെക്കും. ഡ്രസ്സ് മാറിയിട്ട് വാന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ നുവ ചോദിക്കും അതിനെന്താ ഈ ഡ്രസ്സിന് ഞാൻ ഭയങ്കര ക്യൂട്ടല്ലേ, പിന്നെ നീ പറഞ്ഞല്ലേ മാറിയേക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും അവിടെ തന്നെ ഇന്ന് ഡ്രസ്സെല്ലാം ഊരും. കുറച്ചേരം സണ്ണിനെ സെഡ്യൂസ് ചെയ്ത് ഡ്രസ്സെല്ലാം അവിടെ ഊരിയിട്ടിട്ട് അവൻ നേരെ അകത്തോട്ട് പോകും. അവനകത്ത് പോയത് ഇവൻ ഊരിയിട്ട കോട്ടൊക്കെ മടക്കി നമ്മുടെ സണ്ണ് നല്ല ഭദ്രമായിട്ട് എടുത്തോടെ വെക്കും. നുവ വരാൻ വേണ്ടി സണ്ണിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നുവ എന്ത് ചെയ്യും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറക്കൂടെ വന്നിട്ട് ഇവനെ ഹഗ് ചെയ്യുന്നോടെ വന്നിട്ട് നമ്മൾ ടോന്നൊക്കെ വെക്കത്തില്ലേ അതുപോലെ വെച്ച് ഇവനെ പേടിപ്പിക്കും. ഇവൻ പെട്ടെന്ന് തന്നെ സണ്ണ് ഞെട്ടിപ്പം ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുമ്പോ പെട്ടെന്ന് പുറക്കൂടെ വരുമ്പോഴേക്കും ഇവൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവനൊരു സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞില്ലേ ഇവനിരിക്കുന്നത്. അവനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യത്യാസമായിട്ട് പെരുമാറുമ്പോ ഇവൻ പേടിക്കും. നുവ എന്ത് ചെയ്യും പുറകെ നേരെ വന്ന് പേടിച്ചോന്നും പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ടിലോട്ട് വരും. ഇവനിങ്ങനെ വ്യത്യാസമായിട്ട് പെരുമാറുന്ന കണ്ടു നമ്മുടെ സണ്ണാണ് പേടിച്ച് പുറകോട്ട് മാറും. ഇവൻ പിന്നെയും ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി ഫ്രണ്ടോട്ട് ക്ലോസ് ആയി വരുമ്പോഴേക്കും ഇവൻ പേടിച്ച് മാറില്ല. ഇവരിങ്ങനെ പേടിക്കുന്ന കണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ നുവ ചോദിക്കും എന്തേ പേടിയാണോ, ഞാൻ വേണമെങ്കിൽ ആംബുലൻസിനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കി ഇവന്റെ പുറത്തോട്ട് വരും. ഇവൻ പുറകോട്ട് മാറി അവസാനം സോഫയിൽ നിന്ന് താഴെ വീഴും. ഉടനെ തന്നെ നുവ പറയും ശരി നിർത്തിയേക്ക് നമുക്കിനി പഠിക്കാന്ന് പറയും. എന്നിട്ട് നുവ ചോദിക്കും എനിക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഏതിലാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും തൻ പറയും അവിടെ പേപ്പർ ഇരിക്കുന്ന കേട്ടോ അതൊക്കെയാണ് അതിനെല്ലാം ആൻസർ എഴുതുന്ന പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ സൺ എന്ത് ചെയ്യും ഒരു ടാബ് എടുത്ത് കൊടുത്തിട്ട് പറയും ഇനി എനിക്ക് എന്ത് വർക്ക്ഷീറ്റ് ഉണ്ടെങ്കിലും എല്ലാം ഇതിനകത്ത് ഫയലായിട്ട് കൊണ്ടുവന്നാൽ മതി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് എടുത്ത് കൊടുക്കും. സണ്ണാണ് ടാബ് മേടിച്ച് വെക്കും. രണ്ടുപേരും കൂടി ഇങ്ങനെ പഠിക്കുവാണ്. നുവാണ് നല്ല ഇറക്കനെ പോലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ എഴുതി സംശയമൊക്കെ ചോദിക്കും ഇതെന്താണ് അതെന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സണ്ണെല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞ് രണ്ടുപേരും ക്ലോസ് ആയി വരുമ്പോഴേക്കും നുവ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയും. ഇവൻ തിരിഞ്ഞത് രണ്ടുപേരും ഫേസ് ആണെങ്കിൽ ക്ലോസ് ആയി വരുമോ രണ്ടുപേർക്കും ഒരു മാത്രമുണ്ട് ഇത്ര അടുത്ത് വന്നതല്ലേ ഒരു നിമിഷം രണ്ടുപേരും മറന്ന്
പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഉടനെ നമ്മുടെ നുവ എന്ത് ചെയ്യും, കിസ് ചെയ്യാന്ന് പറഞ്ഞ സണ്ണിന്റെ ക്ലോസ് വരുമ്പോ പെട്ടെന്ന് തന്നെ സണ്ണിന് കത്തും. ഇവൻ കിസ് ചെയ്യാൻ വരുവാന്ന് പറഞ്ഞ തള്ളി മാറ്റിയിട്ട് പെട്ടെന്ന് ചാടി എന്നിട്ട് പറയും ഞാൻ വാഷ്റൂമിൽ പോവാന്നും പറഞ്ഞ് ഓടി അങ്ങ് പോകും. ഇവനിങ്ങനെ ഓടിപ്പോകുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മുടെ നുവ. നമുക്കറിയാം ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ നമുക്കറിയാം. സണ്ണാണെങ്കിൽ ഓടി ബാത്റൂമിൽ ചെന്നിട്ട് കണ്ണാടി നോക്കിട്ട് പറയാം എന്തുവാടാ സണ്ണേ നിനക്കിത് എന്ത് പറ്റി, നീ എന്തൊക്കെയാണ് ഈ ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക. കാരണം അവൻ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിലൊന്നും ഇരുന്നിട്ടില്ലല്ലോ, ഗെയിം കളി പഠിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ പേടിയുള്ള ഒരു പാവം ചെറുക്കനല്ലേ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഇത് എന്ത് ഫീലിങ്സ് ആണെന്നറിയാതെ അവൻ തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കി വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വാഷ്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും നമ്മുടെ നുവ എന്ത് ഇവനെ നോക്കാൻ വേണ്ടി നടന്നു വരും. ഇവനിങ്ങനെ പുറത്തോട്ട് വരുന്ന കണ്ടത് അവിടെ പാത്ത് നിൽക്കും. പാത്ത് നിന്നിട്ട് ഇവൻ അടുത്ത് വരുമ്പോ ടോ എന്നും പറഞ്ഞു വെച്ച് ഇവനെ അങ്ങോട്ട് ചാടി പേടിപ്പിക്കും. പെട്ടെന്ന് സൗണ്ട് കേട്ടത് നമ്മുടെ സണ്ണെന്തെയും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് നുവാനെ തന്നെ അങ്ങ് ഹഗ് ചെയ്യും. ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇവന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഇടിക്കുന്ന കേൾക്കുമ്പോഴാണ് നുവാക്ക് മനസ്സിലാകുന്നത് ഇവൻ ശരിക്കും പേടിച്ച് നമ്മൾ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് ഓർത്തിട്ട് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയിട്ട് വെക്കും. എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പറ്റും, നിന്റെ ദേഹത്തൊക്കെ ചൂടുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ തൊട്ടൊക്കെ നോക്കി നല്ലതായിട്ട് ചോദിക്കും. കാരണം അവൻ പേടിച്ചു പോയില്ലേ. ഉടനെ സൺ പറയില്ല കുഴപ്പമൊന്നുമില്ല, നിനക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോയി ബാക്കി പഠിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നുവ പറയും വേണ്ട വേണ്ട എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്, വാ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോയി ഫുഡ് കഴിക്കുന്നിടത്ത് കൊണ്ടിരുത്തി. എന്റെ പൊന്നെ മറ്റേ 5 സ്റ്റാർ സെറ്റപ്പ് ആണ്, ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും സെറ്റപ്പ്. നേരെ കുറെ ജോലിക്കാരൊക്കെ വന്ന് ഇവന് ഫുഡൊക്കെ കൊടുക്കും. എന്നിട്ട് ഉടനെ നമ്മുടെ നുവ അവരോട് പറയും നിങ്ങൾ പൊക്കോളാൻ പറയുമ്പോ ഇവ രണ്ടും മാത്രമേ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഉടനെ നുവ എഴുന്നേറ്റ് പതുക്കെ നമ്മുടെ സണ്ണിന്റെ അടുത്ത് വന്നിട്ട് പറയും ഫുഡ് കഴിക്കുന്ന പറയും. അവനാണെങ്കിൽ ഇങ്ങനെ പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല, എല്ലാം മാറ്റി വെച്ചിട്ട് ഈ മീനോ ഇറച്ചിയോ സംതിങ് അത് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ പറയും നിന്റെ പച്ചക്കറി നീ കഴിക്കത്തില്ലേ, നിന്റെ പച്ചക്കറിയൊക്കെ എങ്കിൽ ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിക്കും. പാവമുണ്ട്, പാവപ്പെട്ടവൻ, ആകാശമൊന്നും ഇല്ലാത്ത കുറച്ച് പച്ചക്കറി കൊടുക്കട അവന്. നുവയ്ക്ക് നിനക്കെന്ത് പച്ചക്കറി ഒന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് പറയില്ല, എനിക്ക് പച്ചക്കറി ഇഷ്ടമല്ല എന്ന് പറയാം. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നാൽ ഞാൻ തന്നെ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെടുത്ത് കഴിക്കാൻ വരുമ്പോ സണ്ണ് പറയും വേണ്ട വേണ്ട നീ കഴിക്കണ്ടെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു അവൻ കഴിക്കാൻ വരുമ്പോഴേക്കും ഇവനെന്ത് ചെയ്യും തട്ടിവിടും. തട്ടിവിട്ടത് നേരെ പച്ചക്കറി ഇവന്റെ പാൻറിലോട്ട് വീഴും. ഇവന്റെ പാൻറിലോട്ട് ഇങ്ങനെ പച്ചക്കറി വീണതും നുവ പെട്ടെന്ന് തന്നെ ടിഷ്യൂ എടുത്തെല്ലാം തുടച്ചു കൊടുക്കും. ഇവനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവന്റെ കൈ എന്ത് ചെയ്യും ഇങ്ങനെ അവന്റെ ഹാർട്ടിൽ ഇങ്ങനെ ടച്ച് ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് അടിക്കുന്നത്. ഇവന്റെ ഹാർട്ട് ബീറ്റ് ഇത്രയും കൂടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നുവ ഇങ്ങനെ അടുത്ത് വരുന്നതൊക്കെയാണ്. പക്ഷെ നുവാക്കത് മനസ്സിലാകത്തില്ല. നുവ വിചാരിക്കുന്നത് എന്താണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അല്ലെ നമ്മുടെ ബിഹേവിയർ കൊണ്ട് ഇവന് ഭയങ്കര പേടി തോന്നുന്നുണ്ട്, അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവൻ പറയും സോറി ഞാനിങ്ങനെ പെരുമാറുന്നതുകൊണ്ട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. പാവം നമ്മുടെ സണ്ണിനല്ലേ അവന്റെ അവസ്ഥ അറിയത്തുള്ളൂ. ഇവനടുത്ത് വരുന്നതുകൊണ്ടും ഇങ്ങനെ തുടയ്ക്കുന്നത് കൊണ്ടും ഒക്കെയാണ് അവന് നെഞ്ചെടുപ്പ് കൂടുന്നത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയും ഇല്ല ഞാൻ ബാത്റൂം വരെ പോയിട്ട് വരാതെ പറഞ്ഞ് ഓടിപ്പോവും. എന്തിനാ പോകുന്നത്, നമ്മുടെ എക്ക് പോയതല്ലോ പോലെ പോവാണോ. സണ്ണങ്ങോട്ട് പോയത് നുവാക്ക് ഭയങ്കര സങ്കടമാവും. വിശ്വം നമ്മുടെ പെരുമാറ്റമൊക്കെ ഇത്തിരി ബോറിംഗ് ആണെന്ന് തോന്നുന്നു, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഇതാവണം, നമ്മൾ ചെയ്യുന്ന ഇത്തിരി കൂടിപ്പോയി എന്ന് പറഞ്ഞ അവൻ ശരിക്കും ഭയങ്കര സങ്കടമായിട്ട് നോക്കിയിരിക്കുകയാണ്. സണ്ണാണെ ബാത്റൂമിൽ വന്നിട്ട് അഴുക്കൊക്കെ പറ്റിയ ഡ്രസ്സെല്ലാം ഊരും. ഇങ്ങനെ ഡ്രസ്സ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നുവ അകത്തോട്ട് കയറി വരും. ഇവൻ പെട്ടെന്ന് ഷോക്കായിട്ട് തിരിഞ്ഞിട്ട് വയ്ക്കും നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ നിനക്ക് വേണ്ടി ഡ്രസ്സ് കൊണ്ടുവന്നേ, നിന്റെ ഡ്രസ്സെല്ലാം അഴുക്കായില്ലേ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷർട്ടൊക്കെ കൊണ്ടുവന്ന് ഇവനെ ഇടിയിച്ചിട്ട് അതൊക്കെ കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇടുന്നല്ല, കുറച്ച് മോഡലായിട്ടുള്ള. അപ്പോഴേക്കും ഇവൻ അറിയാത്തോണ്ട് ഇവൻ തന്നെ അവനെല്ലാം കിട്ടി എല്ലാം സെറ്റാക്കി കൈയൊക്കെ റെഡിയാക്കി എല്ലാം കൊടുക്കും. എനിക്കറിയാൻ മേലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ അകത്തൊരു ഷർട്ട് ഇട്ടിരിക്കുന്നു, പുറത്തൊരു ബനിയൻ ഇട്ടിരിക്കുന്നു. ഒരു ചെറിയൊരു കഷ്ണം അങ്ങോട്ട് അഴുക്ക് വീണതേ ഉള്ളൂ, അതിനവൻ ആ ബനിയൻ ഊരിയത് തന്നെ ഓവറാ. പിന്നെ പോട്ടെ നമ്മളെപ്പോലെ ആയിരിക്കത്തില്ലല്ലോ, ചിലര് ഭയങ്കരമായിട്ട് ഡ്രസ്സിങ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ പോട്ടെ അകത്തിരിക്കുന്ന വെള്ള ഷർട്ട് ഇട്ടാലോ, വെള്ള ഷർട്ട് ഇട്ട് എന്ത് രസമുണ്ട് അവനെ കാണാം, അതൊന്നും പറ്റത്തില്ല. നുവയുടെ പുതിയ ഡ്രസ്സ് മാത്രമേ ഇടത്തുള്ള, എന്തെങ്കിലും ആട്ടെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടല്ലേ. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ സണ്ണാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വൈകിട്ട് വഴിയെ പോകുമ്പോ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് പോകുന്നത്. അതായത് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് അവനെ കെയർ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നു, ഫുഡൊക്കെ കൊടുക്കുന്നു, ഭയങ്കര തമാശയൊക്കെ ആയിട്ട് നടക്കുന്നത്. ചിലപ്പോ കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരിക്കും നമ്മുടെ നുവ. ഇതൊക്കെ ഓർത്ത് ചെറുക്കൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. വീട്ടിൽ വന്നത് നേരെ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കും. ആ ഡ്രസ്സ് ഒന്നും മാറുന്ന അപ്പടിയൊന്നും ഇല്ല, നേരെ ഇരിക്കും. ഇതേ സമയത്ത് നമ്മുടെ നുവ വിളിക്കുമ്പോ ഇവൻ എടുത്തിട്ട് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നുവ പറയും എനിക്ക് കുറെ ഹോംവർക്ക് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്, നിനക്കെന്താ ഉറപ്പ്, അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അവൻ തന്നെ പ്ലാനൊക്കെ ആയിട്ടാ വന്നിരിക്കും, നമുക്ക് വീഡിയോ കോൾ ചെയ്യാന്ന് പറയും. വീഡിയോ എങ്ങനെയുണ്ട് ബുദ്ധി, നിനക്ക് അവനെ കാണണം വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാ പോരെ, എന്തിനാ നമ്പറൊക്കെ ഇടുന്നു. അവൻ തന്നെയാണോ ഹോംവർക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം, ഹാൻഡ് റൈറ്റിംഗ് നോക്കുമ്പോ അറിയാൻ പറ്റുവാണ് നമ്മളൊക്കെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള അവന്റെ ഒരു പുതിയ നമ്പരും കൊണ്ട് വന്നിരിക്കുന്നത്. അവളൊന്ന് കേൾക്കുമ്പോ സണ്ണിനാണെങ്കിൽ പേടി വരും. എന്താന്ന് വെച്ചാൽ
അവൻ കൊടുത്തിരിക്കുന്ന ഷർട്ടല്ല ഇപ്പോഴും ഇട്ടിരിക്കുന്നത്, ഡ്രസ്സ് മാറിയില്ലല്ലോ ഇത്ര നേരമായിട്ട്. പെട്ടെന്ന് തന്നെ ഒരു പുതുപ്പൊക്കെ എടുത്ത് പോയിച്ചിട്ട് പറയാം ശരി എന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത് രണ്ടുപേരുടെ കണ്ടിങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മുടെ നുവ നല്ലപോലെ തന്നെ പഠിച്ചിട്ട് അതിലുള്ള ഡൗട്ടും ഒക്കെ ചോദിക്കും. നുവ എല്ലാം പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ സണ്ണിനാണ് ഇവൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് പോലെയും ക്യൂട്ടായിട്ട് ഫേസ് വെക്കുന്ന പോലെയും ഒക്കെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓർത്തിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടത് ഉടനെ നുവ പറയും ആഹാ നീ എന്തിനാ ചിരിക്കുന്നത്, പക്ഷെ നീ ഇങ്ങനെ ചിരിക്കുന്നത് നല്ല രസമുണ്ട്, നീ ഇങ്ങനെ ചിരിക്കുന്നപ്പോ കാണാൻ നല്ല രസമാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സണ്ണാണെങ്കിൽ ആ സ്വപ്ന ലോകത്ത് നിന്ന് എഴുന്നേക്കുന്നത്. പാവം. അങ്ങനെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് കോള് കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്ത് നമ്മുടെ സണ്ണ് പറയും ഓ അവൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് പെട്ടെന്ന് ഇവൻ തന്നെ ഓർക്കും ഞാൻ അവന് ക്യൂട്ടാന്ന് പറഞ്ഞല്ലോ, നമുക്ക് എന്തുവാണ് നടക്കുന്നത്, എനിക്കെന്താണ് അവൻ ക്യൂട്ടായിട്ട് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷമുണ്ട് ഒരു വഴിക്ക്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പിറ്റേ ദിവസം കോളേജാണ്. സണ്ണാണ് കോളേജിൽ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോ നുവ നേരെ ഇവനെ കണ്ടോണ്ട് അവിടെ വരും. എന്നിട്ട് പറയും എനിക്ക് കുറച്ച് ബുക്കൊക്കെ മേടിക്കണം, നീ എന്റെ കൂടെ വരുമോന്ന് ചോദിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ സണ്ണ് പറയും ഞാനൊന്നും വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. ഇന്നലെ ഇവന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള കോൾ വിളിയൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവന് അവനോട് ഭയങ്കര പ്രേമമായിരിക്കും, അവന്റെ കൂടെ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ മതിയെന്ന് ഓർത്ത് നടക്കുമായിരിക്കും. ഇന്ന് അവനായിട്ട് വാണ്ടഡായിട്ട് വന്ന് വിളിച്ചിട്ട് ഇവൻ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല സംഭവം, ഇതിന്റെ റൈറ്റർ ഉണ്ടല്ലോ, ഈ സ്റ്റോറിയുടെ റൈറ്റർക്ക് പേഴ്സണൽ ആയിട്ട് അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൊത്തം ഈ സീരീസിൽ ഇത് തന്നെയാണ്. നമ്മുടെ എക്കിനോട് ആശുപത്രി പോകാൻ വേണ്ടിട്ട് വിളിച്ചോണ്ടാണ് എക്ക് പറയത്തില്ല ഞാൻ വരത്തില്ലെന്ന്. ഇവനോട് ചോദിക്കുമ്പോഴേക്കും ഇവൻ പറയും ഞാനും വരുന്നില്ലെന്ന്. കണ്ടില്ലേ? പക്ഷെ ഇവന്മാരുടെ പെരുമാറ്റം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രേമമായിട്ട് തോന്നും. എനിക്ക് തോന്നുന്നു റൈറ്ററിന്റെ ലവർ അങ്ങനെയായിരുന്നു തോന്നുന്നു. ആദ്യം ഒന്നും വിളിക്കുമ്പോൾ വരത്തില്ല, ആ ഒരു മൈൻഡ് സെറ്റിലാന്ന് തോന്നുന്നു പുള്ളി ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സൺ വരുന്നില്ലെന്ന് പറയുമ്പോൾ ചോദിക്കും എന്താ നീ എന്റെ കൂടെ വാന്ന് പറയില്ല, എനിക്ക് ഈവനിങ് ഫുട്ബോൾ മാച്ച് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ ബിസിയാണെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ നുവ പറയും നീ എന്റെ കൂടെ വരുവാണെങ്കിൽ നീ വേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പേ ചെയ്യാന്ന് പറയും. പൈസ തരാന്ന് പറഞ്ഞത് സൺ അപ്പൊ തന്നെ സമ്മതിക്കും. അയ്യേ ഒരു നാടകമില്ലാതെ സമ്മതിക്കും വരാന്ന്. ശരി ഞാൻ വരാം, പക്ഷെ വരുന്നതിന് കുറച്ച് കണ്ടീഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ നുവ ചോദിക്കും എന്തുവാ കണ്ടീഷൻ ുമ്പോ ഉടനെ തന്നെ പറയും നീ എന്നെ ടച്ച് ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല, അതുപോലെ എന്റെ അടുത്ത് ഫ്ലർട്ട് ചെയ്യാനൊന്നും പാടില്ല, കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ വെർജിനാണ് എന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ നുവാക്ക് ചിരി വരും. ചിരിച്ചിട്ട് പറയും ഓക്കെ നമുക്ക് 4 മണിക്ക് കാണാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവും. അങ്ങനെ രണ്ടുപേരും കൂടെ കടയിൽ പോയി ബുക്കൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വരും. ഇതൊന്നും കാണിക്കുന്നില്ല, ഞാനങ്ങ് പറയുക. രണ്ടുപേരും വീട്ടിൽ വന്നതും കസാരയിലിരിക്കും. നമ്മുടെ സണ്ണിനെ ഒന്ന് കാണണം. മിക്കി മൗസിന്റെ ബനിയനൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുക. ഇവനെ ഇങ്ങനെ അടിമുടിയൊക്കെ നോക്കി ക്യൂട്ടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നുവ പറയാം അതെ ഒന്ന് എഴുന്നേക്കോന്ന് ചോദിക്കും. ഇത് കേട്ട സണ്ണാണ് ഒന്നും മിണ്ടാതെ എഴുന്നേക്കും. ഉടനെ നുവ എന്ത് ചെയ്യും അവന്റെ ബാഗ് എല്ലാം കൂടെ ആ കസാരയിൽ വെക്കും. പറയും ഇനി നീ എവിടെ ഇരിക്കും, ഒരു കാര്യം ചെയ്ത് നീ എന്റെ കസാര ഇരുന്നു എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് ഇവന്റെ കസാര ഇരുത്തും. എന്നിട്ട് പറയും ഞാൻ ഇനി എവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് വേണോന്ന് വെച്ചാൽ നീ കസാരയുടെ സൈഡ് ഇവന്റെ കൂടെ കയറിയിരിക്കും. എന്നിട്ട് പറയും നിന്നെ ഇന്ന് കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കിസ് ചെയ്യുന്ന രീതിയിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ എടുത്ത് വരുവാ. ഇത് കണ്ടത് സണ്ണിന് പേടി വന്നിട്ട് പോയാ ഉടനെ അപ്പുറത്ത് നിന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പറയും ഞാൻ വെള്ളം എടുക്കാൻ വന്നേ, വേറൊന്നും ചെയ്യാൻ വന്നില്ല, നീ എന്താ പേടിച്ചോന്ന് ചോദിക്കും. എന്റെ പൊന്നു അവൻ എന്തോ പറഞ്ഞത്, ഇതിലൂടെ ഷോപ്പിങ്ങിന് വരണമെങ്കിൽ ഫ്ലട്ടിങ് ചെയ്യാൻ പാടില്ലെന്നല്ലേ, ഇതിനൊക്കെ ഞങ്ങൾ അങ്ങനെയാ പറയാറ്, അവരുടെ നാട്ടിൽ ഇതൊന്നും അതല്ലെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇത് ട്യൂഷൻ ടൈം അല്ലേ, അതായിരിക്കും ചിലപ്പോ. നുവ ഇതോടൊന്നും നിർത്താൻ ഉദ്ദേശിച്ചില്ല. ആ എടുത്ത വെള്ളം കുപ്പിയും കുടിക്കും. അത് ഇവനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കുടിക്കും. ഇവനിങ്ങനെ കുടിക്കുന്നത് ആ ഒരു ലുക്കും ഒക്കെ നമ്മുടെ സണ്ണ് നോക്കിയിരിക്കുകയാണ്. സണ്ണിന്റെ തന്നെ മുഖമൊക്കെ മാറി ഒരുമാതിരി ആവുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് നേരെ ഇവന്റെ അടുത്ത് വന്നിരിക്കും. ഇങ്ങനെ വന്നിരുന്നോണ്ട് നമ്മുടെ സണ്ണ് വയ്ക്കും ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങനെയാടാ പഠിക്കുന്നത്, ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒരുമാതിരി ഉണ്ടെന്ന് പറയും. ഇത് കേട്ടോണ്ടേ നമ്മുടെ നുവ പറയാം ഇങ്ങനെ ഇരുന്നിട്ട് ശരിയാവുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി അവന്റെ മടിയിൽ തന്നെ കയറിയിരിക്കും. നുവ മടിയിലിരുന്നത് സണ്ണിന് ഭയങ്കര നാണമായിട്ട് പറയും നമുക്കൊരു കാര്യം ചെയ്യാൻ, കുറച്ച് ബ്രേക്ക് എടുക്കാന്ന് പറയും. ഇത് കേട്ട നുവ പറയും നമുക്ക് ഗെയിമൊക്കെ കളിച്ചാലോന്ന് പറഞ്ഞു. ഗെയിമൊക്കെ കളിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ കളിക്കുവാണ്. നമ്മുടെ സണ്ണാണെങ്കിൽ സൂപ്പറായിട്ട് എല്ലാത്തിനും കളിച്ച് ജയിക്കും. നുവ ആണെങ്കിൽ കളിക്കുന്നതിൽ എവിടെ ശ്രദ്ധിക്കുന്നു. ഇവൻ സണ്ണിനെ നോക്കിയിട്ട് അവനുമായിട്ട് ഭയങ്കര ഫ്ലർട്ടിംഗ് ആയിട്ട് അവനെ കിസ് ചെയ്യാൻ വരുന്ന രീതി അടുത്ത് വരിക, അവള് പിടിക്കുക, അങ്ങനെ എല്ലാ കുരുത്തക്കേടും ഉണ്ട്. അവസാനം കളിച്ച് ക്ഷീണിച്ച് നമ്മുടെ നുവ എന്ത് ചെയ്യും സണ്ണിന്റെ തോളോട്ടങ്ങ് കിടക്കും. സണ്ണിനെ ഇവന്റെ തലയിലൊക്കെ പിടിക്കണം, മുടിയിലൊക്കെ ഇങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ തന്നെ വരുന്ന ആണോടെ പഠിത്തം ഒഴിച്ചു ബാക്കി എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്യൂഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സണ്ണാണെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കയറിയത് കൊണ്ട് തന്നെ നമ്മുടെ നുവ ഫോൺ ചെയ്യും. എന്നിട്ട് പറയും നീ എനിക്ക് ഹോംവർക്ക് ഒന്നും തന്നില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടതും ഉടനെ സണ്ണ് പറയാം ആ ശരി ഞാൻ പറയുന്ന പേജ് എടുക്കുമെന്ന് പറയും. എത്ര പറഞ്ഞിട്ട് ആ പേജ് ചെയ്താന്ന് നമ്മുടെ നുവാക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഉടനെ നുവ പറയും നീ എത്ര വട്ടം എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു കാര്യം ചെയ്യും നീ വീഡിയോ കോൾ ചെയ്യും, അപ്പൊ എനിക്ക് നല്ലപോലെ മനസ്സിലാവും എന്ന് പറയും. എങ്ങനെയുണ്ട് ഇപ്പൊ ഭയങ്കര നമ്പരാ.
വീഡിയോ കോൾ എന്ന് കേട്ടത് സണ്ണിന് ഭയങ്കര ടെൻഷൻ. ഏത് പോസിലിരുന്നാലും ഞാൻ ഗ്ലാമർ ആണെന്നെല്ലാം നോക്കും, ഏത് ഭാഗമാണ് നല്ലതാ, എന്നിട്ട് ആ പോസ് ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യും. ഇവന്മാരൊരു കാര്യം. അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ട്യൂഷനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സണ്ണാണ് സ്വപ്നത്തിലെ ബാലഭാസ്കരനാണല്ലോ, അവന് വീണ്ടും സ്വപ്നം പോലെ തോന്നും. നമ്മുടെ നുവാണ് ഫ്ലർട്ട് ചെയ്യുന്ന പോലെയും ഭയങ്കര ക്യൂട്ടായിട്ട് ഫേസ് വെക്കുന്ന പോലൊക്കെ തോന്നും. ഇതൊക്കെ തോന്നുന്നത് ഇവൻ വീണ്ടും ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ ചിരിക്കുന്ന കാണുന്ന ഉടനെ നുവ ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചിട്ട് പറയും, നിന്റെ പുറയിൽ ആരാ നിൽക്കുന്നത് എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ പേടിച്ച് സൺ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, എന്റെ പുറയിൽ ആരും ഇല്ലെന്ന് പറയും. അവിടെ ആരും ഇല്ലേ? അപ്പൊ എന്റെ ലവ് നിന്റെ കൂടെ ഇല്ലേന്ന് ചോദിക്കും. എന്റെ പൊന്നെ, എനിക്ക് ഇവന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവന്മാരെ ഫ്ലർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു, റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞു, ഉള്ള കോമഡി എല്ലാണല്ലോ കാണിക്കുന്നത്. എന്റെ ലവ് അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോ തന്നെ നമ്മുടെ സണ്ണ് ഒരുമാതിരിയാവും. ഉടനെ അതിന്റെ പുറകെ ചോദിക്കും, നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോന്ന് ചോദിച്ച് ഹാർട്ട് സിമ്പിളൊക്കെ കാണിക്കും. ഇത് കണ്ടത് സണ്ണ് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടിരിക്കുക. ഇനി അവൻ ശരിക്കും ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവെന്ന് ചോദിച്ചാണല്ലോ, അതോ സണ്ണിന് സ്വപ്നങ്ങളിട്ട് സ്വപ്നത്തിൽ ചോദിക്കുന്നതാണോ ഓർക്കുന്നതാണോ ഒന്നും അറിയില്ല. അതറിയണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.